ശ്രീ കൃഷ്ണദാസ്, സിഎയുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇതിനോടകം തന്നെയുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി സിഎയെ കേന്ദ്ര സർക്കാർ പൗരത്വം നൽകുന്നതും പ്രധാനമന്ത്രി പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. അതിൽ ചട്ടലംഘനമുണ്ട് എന്ന ഒരു വാദം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെയാണല്ലോ ഈ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ഇത്രമാത്രം അടിയന്തരമായ ഒരു ഇടപെടൽ നടക്കുന്നത് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട കോടതി ഏതാണ്ട് 235-36 ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഗണിക്കുന്നതായി നാം മനസ്സിലാക്കുന്നത്. അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വ്യത്യസ്തരായിട്ടുള്ള സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ കൊടുത്തിട്ടുള്ള ഹർജികളുമാണ്. പാർട്ടികൾ കൊടുത്തതുണ്ട്, പാർട്ടി നേതാക്കന്മാർ കൊടുത്തതുണ്ട്, അല്ലാത്തവർ കൊടുത്തതുണ്ട്. അതെല്ലാം സുപ്രീം കോടതി അതിന്റെ പ്രാഥമികമായിട്ടുള്ള പരിഗണനയ്ക്ക് വന്നപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമത്തിനോ ഒരു നടപടിക്കോ ഒരു ചട്ടത്തിനോ ഒരു സ്റ്റേയും കൊടുക്കാതെ ആ നടപടിക്രമങ്ങളിൽ ഒന്നും ഇടപെടാതെ കോടതി അതിന്റെ ഫൈനൽ ഹിയറിംഗ് കേൾക്കാം എന്ന് പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിന്റെ കേസുകളെ സംബന്ധിച്ച് ഉള്ളതായി നാം മനസ്സിലാക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചോ അതിന്റെ നടപ്പാക്കലിനെ സംബന്ധിച്ചോ നിലവിലെ നിയമ സംവിധാനം അനുസരിച്ച് തടസ്സങ്ങളൊന്നും സർക്കാരിന്റെ മുൻപിൽ ഇല്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഗ്രൗണ്ട് ഇപ്പോൾ രാജ്യത്തില്ല എന്ന് കേന്ദ്രം ഉറപ്പ് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ഇത് റദ്ദ് ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നത്. ശരിയല്ലേ? അതങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ആകെ നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണം, ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്റ്റേജിൽ അതിന്റെ അഗ്രീവഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കോടതിയെ ആ സമയത്ത് ശ്രദ്ധയിൽപ്പെടുത്താം, സമീപിക്കാം എന്നൊരു പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ളതായി നാം മനസ്സിലാക്കുന്നത്. മറിച്ച് ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ സ്വാഭാവികമായും കോടതി ഈ വിഷയങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിഷയങ്ങളും കോടതിയുടെ ശ്രദ്ധയിലും പരിഗണനയിലും വരുമല്ലോ. അതിന്റെ ഹിയറിംഗിന് വരുന്ന സമയത്താണെങ്കിലും അതിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കേസ് പരിഗണിക്കുന്ന സമയത്താണെങ്കിലും ഈ വിഷയങ്ങളെല്ലാം കോടതി ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ കോടതി അത് നിരീക്ഷിക്കട്ടെ, അതിന്റെ വശങ്ങൾ പരിശോധിക്കട്ടെ. അതുമാത്രമേ എനിക്ക് ആവശ്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളൂ. പിന്നെ ഡോക്ടർ ശിവദാസനെ പോലുള്ള ആളുകൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെക്കുറിച്ച് വളച്ചൊടിച്ച് രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് ഇതെല്ലാം പറയുമ്പോൾ ഇടതുപക്ഷത്തിന്റെ വടകരയിലെ സ്ഥാനാർത്ഥി ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, UDF-ന്റെ നേതാക്കന്മാർക്കെതിരായി UDF-നെതിരായി ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, ആ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ നടത്തിയോ? ഇനി അതല്ല UDF-ന്റെ ആളുകൾക്കെതിരായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ട തരത്തിൽ വടകരയിലെ LDF സ്ഥാനാർത്ഥി ഏത് പരാമർശമാണ് നടത്തിയത്? നമ്മുടെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല, അതുകൊണ്ടാണെന്ന് ചോദിക്കുന്നത് അതിനെക്കുറിച്ച്. അല്ല, അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞത് ഇത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ UDF നടത്തിയിട്ടുള്ള പ്രചരണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ മത്സരിക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കി പോലും പ്രഖ്യാപിക്കേണ്ട സാഹചര്യമാണുള്ളത് എന്നെല്ലാമല്ലേ പറഞ്ഞത്. ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാമായി നിരന്തരമായി LDF-ന്റെ നേതാക്കന്മാർ നടത്തുന്ന പ്രചരണം വടകരയിലെ സ്ഥാനാർത്ഥിക്കെതിരെ നിരന്തരമായി പ്രചരണം നടത്തുന്നു എന്നുള്ളതല്ലേ. ഈ അടുത്ത ദിവസങ്ങളിൽ UDF-ന്റെ ഘടകകക്ഷിയായിട്ടുള്ള മറ്റൊരു കക്ഷിയുടെ നേതാവ് പറഞ്ഞ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നടക്കുന്ന ചർച്ചകളെല്ലാം ആ തരത്തിലല്ലേ. അപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാ കക്ഷികളെ സംബന്ധിച്ചും എല്ലാവരെ സംബന്ധിച്ചും ബാധകമായിട്ടുള്ള കാര്യമാണ്. അത് UDF-നെ സംബന്ധിച്ചാണെങ്കിലും LDF-നെ സംബന്ധിച്ചാണെങ്കിലും. പറയുന്ന തരത്തിൽ പ്രധാനമന്ത്രി രാജ്യത്ത് വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉയർത്തിവിട്ടതുപോലെ ഒരു വർഗീയ പരാമർശം വേറെ എവിടെ ആര് പറഞ്ഞു എന്നുള്ളത് തന്നെ സംശയമാണ്. കേരളത്തിലെ സാഹചര്യം മറ്റൊന്നായിരുന്നു. പിന്നെ UDF-ന്റെ ഒരു പ്രതിനിധി ചർച്ചയിലില്ല. മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നുമില്ല. നമ്മുടെ വിഷയത്തിൽ നിന്നും മാറുകയും ചെയ്യുമല്ലോ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം.